നമസ്കാരം. ഈ കേരള പൊളിറ്റിക്സ് പെണ്ണുങ്ങളുടെ അടിപ്പാവടൻ്റെ പള്ളിമേൽ തൂങ്ങിക്കിടന്നാടുകയാണല്ലോ ഇപ്പോൾ കുറച്ച് കാലമായിട്ട്. ഞാൻ പറഞ്ഞു വരുന്ന മന്ത്രി ഗണേഷ് കുമാറിൻ്റെ രണ്ടാമത്തെ ഭാര്യൻ്റെ കംപ്ലൈൻറ്റ്. എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്ന് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവർ തമ്മിൽ സെപ്പറേറ്റ് താമസിക്കുകയാണ്. ഒരു സർപ്രൈസ് വിസിറ്റിങ് വാളകത്തെ വീട്ടിൽ. അപ്പോൾ അവിടെ ഒരു സ്ത്രീയെ കാണപ്പെടുന്നു. സംശയകരമായ മോശം സാഹചര്യത്തിൽ കാണുന്നു. അങ്ങനെ ഇവർ ചിത്രങ്ങളെടുക്കണം. അപ്പോൾ ഡ്രൈവർ വന്നിട്ട് ഉന്തി തള്ളി ഇവരൊരു റൂമിൽ, ഡ്രൈവറും മറ്റു സിൽബന്തികളും റൂമിൽ നടക്കുന്നു. ഉടനെ ശ്രീലേഖ IPS വിളിക്കുന്നു. ഏഷ്യനെറ്റിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡായിട്ട് വർക്ക് ചെയ്യണ ഗണേശൻ്റെ ഭാര്യയ്ക്ക് 112 പറഞ്ഞു കൊടുക്കണമെങ്കിൽ ശ്രീലേഖ വേണം, അല്ലാണ്ട് അവർക്ക് അറിയില്ല. അങ്ങനെ 112 വിളിച്ച് പോലീസ് വന്ന്. അപ്പോൾ ഇത് വീട്ടിലുള്ള വ്യക്തികൾ തമ്മിലുള്ള കുടുംബ പ്രശ്നമുണ്ട് കരുതി പോലീസ് തിരിച്ചു പോകുന്നു. പിന്നെ ഇവർ ആ റൂമിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടെന്ന് പറയില്ല. എനിക്കതല്ല, ഈ കംപ്ലൈൻ്റൊക്കെ വരുന്ന ടൈമിങ്ങാണ് ശ്രദ്ധിക്കേണ്ടത്. ഏത് പൊളിറ്റീഷ്യനായിക്കോട്ടെ, ഒരു പെണ്ണേഴ്സാണ്ട് ഇട്ട് കൊടുക്കുക. പെണ്ണേഴ്സാണ്ട് ഇട്ട് കൊടുത്താൽ പിന്നെ അവൻ നാറി മെഴുകിക്കോളും. ഇപ്പം സംശയാസ്പദമായ നിലയിൽ കണ്ടെന്ന് പറഞ്ഞാൽ ഇതിലൊരു അതിജീവിത ഇല്ല. എന്ത് പറഞ്ഞിട്ടാണ് ഇവൻ്റെ പേരിൽ കേസെടുക്കുക? തല്ലിയതിന് കേസെടുക്കണമെങ്കിൽ ഈ സ്ത്രീ പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം. കംപ്ലൈൻറ്റ് ഡോക്ടറോട് പറഞ്ഞാൽ മതി, അവർ ഇൻറ്റിമേഷൻ അയച്ചോളും, അത് കേസായി മാറും. അതൊന്നും ഇവർ ചെയ്യണ്ട. കാരണം ഇവരെ മർദ്ദിച്ചിട്ടില്ല, ഉണ്ടാവില്ല. ഇവരുടെ ഉദ്ദേശം ഇയാളൊന്നും നാറ്റിക്കല. അതവർ വൃത്തിയായിട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഈ ഭാഗത്താണ് സുണാൾട്ടിഫിക്കേഷൻ്റെ ഞരമ്പുള്ളത്. അത് ഗണേശനും മുകേഷിനൊക്കെ ഉണ്ട്. അതിന് ഇംഗ്ലീഷിൽ വലിയ മരുന്നില്ല. ആയുർവേദത്തിലുണ്ട് ഗുൽഗുലതിക്തം എന്ന് പറഞ്ഞൊരു മരുന്നും. ഈ കുറുന്തോട്ടി വേരൊക്കെ ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അതിൽ സേവിക്കുക, ഗുൽഗുലതിക്തകം. എന്നാൽ ഈ പറഞ്ഞ സുണാൾട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഫ്ലേഡി ഞരമ്പുണ്ട് അതിൻ്റെ തൊട്ടു ബാക്കിൽ. ഈ രണ്ട് ഞരമ്പും സ്റ്റേണായാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകും. ഞാൻ പറഞ്ഞു വരുന്നത് തന്നെ, ഗണേഷ് കുമാറായിക്കോട്ടെ, മുകേഷ് ആയിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, ഒരു പെണ്ണൊരുമ്പെട്ടാൽ അയാളെ തകർക്കാന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു മുറിയിൽ ഒരു എത്ര വലിയ പ്രശ്നമായാലും സ്വന്തം മുതലാളിച്ചിനൊന്നും ഒരു ഡ്രൈവറൊന്നും ദേഹോന്തരെ ഏൽപ്പിച്ച് മുറിയിലിട്ട് കൂട്ടുകയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ആ ഒരു മൈൻഡിലാണ് അവരെ കാണുക. മാഡം പറയുമ്പോൾ ഒന്ന് മാച്ചാകണ്ടേ? അതും ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യണം മാഡത്തിൻ്റെ മാഡം BJP ഇവിടെ മേയർ സ്ഥാനം മോഹിച്ചിരിക്കണ ശ്രീലേഖ. പോലീസിൽ എമർജൻസി നമ്പർ ബന്ധപ്പെടാൻ അവർ പറഞ്ഞു കൊടുക്കണം. ഇതിലൊക്കെ എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട്. നമസ്കാരം.